നമസ്കാരം. നവീൻ ഇൻസ്പയേഴ്സ് ദ ട്രാൻസ്ഫോർമേഷണൽ കോച്ച്. ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും ഓരോ മനുഷ്യനെ സംബന്ധിച്ചും ജീവിതത്തിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ ഡെവലപ്പ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 സ്കിൽസ് ഏതൊക്കെയാണ്, 5 നൈപുണികൾ ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒന്നാമതായി ഒരു മനുഷ്യൻ ഡെവലപ്പ് ചെയ്യേണ്ട സ്കിൽ ഹാൻഡിൽ ക്രിറ്റിസിസം എന്നുള്ളതാണ്. അതായത് നമുക്ക് നേരെ വരുന്ന വിമർശനങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം, അതിനെ മാനേജ് ചെയ്യാൻ പഠിക്കണം. കാരണം ഏതൊരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്ന സമയത്തും നമുക്ക് ധാരാളം വിമർശനങ്ങൾ കേൾക്കാനിടയുണ്ട്. അതിൽ തന്നെ 2 രീതിയിലുള്ള വിമർശനമായിരിക്കും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അതിലൊന്ന് കൺസ്ട്രക്റ്റീവായ ക്രിറ്റിസിസമാണ്, അതായത് നമ്മളെ വളർത്താൻ സഹായിക്കുന്ന വിമർശനമാണ്. അതിൽ നിന്ന് നമുക്ക് പലതും പഠിക്കാനും നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്യാനും സാധിക്കും. 2 ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസമാണ്, നമ്മളെ നശിപ്പിക്കാൻ ഉതകുന്ന രീതിയിലുള്ള വിമർശനമാണ്. അങ്ങനെയുള്ള വിമർശനങ്ങളെ ഇതുവഴി കേട്ട് ഇതുവഴി കളയാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു ശക്തി കൂടി നമ്മൾ ആർജിച്ചെടുക്കേണ്ടത് അനിവാര്യമാണ്. അപ്പൊ ഇതാണ് ആദ്യം പഠിക്കേണ്ട കാര്യം. എങ്ങനെ നമുക്ക് വിമർശനങ്ങളെ, ക്രിറ്റിസിസത്തെ അതിനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് ഒന്നാമതായി ഒരു മനുഷ്യൻ പഠിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട സ്കിൽ. 2 ലേൺ ടു ഫൈറ്റ് ഫോർ വാട്ട് യു വാണ്ട്. നിങ്ങൾക്ക് വേണ്ടത് എന്താണോ, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾക്ക് നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു പാഷൻ അല്ലെങ്കിൽ ആ ഒരു ഡ്രീം, അതും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ ഇവിടെ നടപ്പിലാക്കിയിട്ട് ഇവിടെ നിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആ വലിയൊരു വിഷൻ, ആ വിഷൻ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവണം. നിങ്ങൾ അതിനുവേണ്ടി മുൻപോട്ട് പോകാൻ തയ്യാറാവണം. ധാരാളം ആളുകൾ അതൊക്കെ മോശമാണോ, ഒന്നും നടക്കില്ല എന്ന് പറയാൻ കാണും. ഒരുപാട് ആൾക്കാർ പിറകിൽ നിന്ന് വലിക്കാൻ കാണും. ഒരുപാട് ആൾക്കാർ ബ്ലോഗ്സ് ഉണ്ടാക്കാൻ കാണും. ഒരുപാട് ആൾക്കാർ വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോകുമ്പോൾ എല്ലാം തകർത്ത് കളയാൻ കാണും. ഇതൊന്നും വകവയ്ക്കാതെ എന്ത് ലക്ഷ്യമാണോ നടപ്പിലാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ ലക്ഷ്യം നടപ്പിലാക്കാൻ, നിങ്ങൾ കാണുന്ന ആ വലിയൊരു സ്വപ്നം നേടിയെടുക്കാൻ, അതിനായി ഫൈറ്റ് ചെയ്ത് മുൻപോട്ട് പോവുക. അങ്ങനെ മുൻപോട്ട് പോകാനുള്ള സ്കില്ലാണ് രണ്ടാമതായി ഡെവലപ്പ് ചെയ്യേണ്ടത്. 3 റിലേഷൻഷിപ്പ് ബിൽഡിംഗ്. നിങ്ങൾ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് വളരണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം നടപ്പിലാക്കി ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ചെയ്യുന്ന എന്തെങ്കിലും ഒന്നിവിടെ അവശേഷിപ്പിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഡെവലപ്പ് ചെയ്യേണ്ട സ്കില്ലാണ് റിലേഷൻഷിപ്പ് ബിൽഡിംഗ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട്. എന്നാൽ ഒരു ടീമായിട്ടാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നതെങ്കിൽ നമുക്ക് ധാരാളം കാര്യങ്ങൾ ഇവിടെ മനോഹരമായി ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു ടീമായി മാറണം എന്നുണ്ടെങ്കിൽ നമുക്ക് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ കഴിയണം. മികച്ച റിലേഷൻഷിപ്പ്, മികച്ച ബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ ലോകത്തിൽ മനോഹരമായ പലതും ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ റിലേഷൻഷിപ്പ് ബിൽഡിംഗ് എന്ന ഈ ഒരു സ്കില്ല് നമ്മൾ നിർബന്ധമായും ഡെവലപ്പ് ചെയ്യണം. ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ ഉണ്ടാവുന്നത്, അതിന്റെ പ്രധാനപ്പെട്ട ഫാക്ടർ കോൺഫിഡൻസ് തന്നെയാണ്. അതായത് നമ്മുടെ കൂടെയുള്ള വ്യക്തി നമുക്കൊരു കോൺഫിഡൻസ് തരുമ്പോൾ നമുക്ക് ആ വ്യക്തിയോട് റിലേഷൻ ഉണ്ടാവും. അതേപോലെ നമ്മുടെ കൂടെയുള്ള വ്യക്തിക്ക് നമ്മളൊരു കോൺഫിഡൻസ് കൊടുക്കുമ്പോൾ ആ വ്യക്തിക്കും നമുക്കും ഇടയിൽ മനോഹരമായ ഒരു റിലേഷൻഷിപ്പ് ബിൽഡഡ് ആവും. അപ്പൊ ഈ രീതിയിൽ കോൺഫിഡൻസ് കൊടുത്തുകൊണ്ടും കോൺഫിഡൻസ് വാങ്ങിയും ഒക്കെ മനോഹരമായ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ എല്ലാവരും തയ്യാറാവണം. കൂടാതെ ട്രസ്റ്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട റിലേഷൻഷിപ്പിന്റെ ആധാരം. പറഞ്ഞ വാക്ക് പാലിക്കുകയും പറഞ്ഞ സമയം പാലിക്കുകയും ഒക്കെ കൃത്യമായിട്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ആ റിലേഷൻ കൂടുതൽ മനോഹരമായി മാറാൻ അത് കാരണമായി തീരും. 4ാമത്തെ പ്രധാനപ്പെട്ട സ്കിൽ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പഠിക്കുക. നമ്മുടെ ഈ റെഡ് കളർ ഡിനോട്ട് ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് നിർത്തുക, ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, അതിനുശേഷം ചോദ്യം ചെയ്യുക. കേൾക്കുന്നതെല്ലാം അതേപടി വിശ്വസിക്കാതെ ഒന്ന് ചോദ്യം ചെയ്യാൻ തയ്യാറാവും. അത് നമ്മുടെ കൂടെയുള്ള ആളുകളാണെങ്കിലും, അല്ലെങ്കിൽ ഒരു ന്യൂസ് കേൾക്കുമ്പോഴാണെങ്കിലും, എന്തെങ്കിലും വായിക്കുമ്പോഴാണെങ്കിലും നേരെ അത് വിശ്വസിക്കാതെ ഒന്ന് ജസ്റ്റ് അതിനെപ്പറ്റി കൂടുതലൊന്ന് പഠിക്കാൻ തയ്യാറാവുക, കൂടുതലൊന്ന് മനസ്സിലാക്കാൻ തയ്യാറാവുക. ഇന്ന് നമ്മുടെയുള്ള എക്യുപ്മെന്റ് ഉപയോഗിച്ചാൽ, മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ, ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തിനെക്കുറിച്ചും കൃത്യമായി വീണ്ടും വീണ്ടും റിസർച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ എല്ലാം ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഒരു മനോഭാവം ഡെവലപ്പ് ചെയ്യുക. ക്വസ്റ്റ്യനിങ് സ്കില്ല് വളരെ പ്രധാനപ്പെട്ട ഒരു സ്കില്ല് തന്നെയാണ്. ഈ കാലഘട്ടത്തിൽ ഒരു വ്യക്തിക്ക് വളരാനും വിജയിക്കാനും ഒക്കെ ഒരുപാട് സഹായിക്കും. കാര്യങ്ങളുടെ കൃത്യതയോടുകൂടിയുള്ള മനസ്സിലാക്കലിനെ, കൃത്യതയോടുകൂടിയുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിനെ സഹായിക്കുന്ന ഒരു സ്കില്ല് കൂടിയാണ് ക്വസ്റ്റ്യനിങ് സ്കിൽ. 5 കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നന്നായി ആശയവിനിമയം നടത്താനുള്ള കഴിവ് ആർജിച്ചെടുക്കുക. അതിപ്പോ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോഴാണെങ്കിലും, ഒരു ഗ്രൂപ്പിനോടാണെങ്കിലും, അതല്ല ഒരുപാട് ആളുകളുള്ള ഒരു ക്രൗഡിനോടാണെങ്കിലും ആ സമയത്തൊക്കെ മികച്ച രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കിൽ ഉണ്ടാക്കുക. അതിന് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ടൂളാണ് ഈ കണ്ണാടി എന്ന് പറയുന്നത്. കണ്ണാടിയിൽ നോക്കി നമുക്ക് സംസാരിച്ചു നോക്കാം. എങ്ങനെയാണ് നമ്മുടെ മുഖത്തിന്റെ ചലനങ്ങൾ, എങ്ങനെയാണ് കണ്ണ് ചിരിക്കുന്നുണ്ടോ ഇല്ലയോ, നമ്മുടെ കൈകൾ എങ്ങനെ അനങ്ങുന്നു, ഇതൊക്കെ തന്നെ കണ്ണാടിയിൽ നോക്കി നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ശബ്ദം റെക്കോർഡ് ചെയ്ത് എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളതിന്റെ ടോണും മോഡുലേഷനും ഒക്കെ പരിശോധിച്ച് തന്നെ നമ്മുടെ
കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. ഇപ്പോൾ പറഞ്ഞ ഈ 5 സ്കില്ലുകളും താങ്കളുടെ വിജയത്തിന് ഹെൽപ്പ് ചെയ്യുന്ന 5 പ്രധാനപ്പെട്ട സ്കിൽസ് ആണ്, അനിവാര്യമായ സ്കിൽസ് ആണ്. ഇന്നു മുതൽ ഈ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുക. താങ്കൾ അതിന് റെഡി ആണെങ്കിൽ ഐ ആം റെഡി എന്ന് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. സെയിൽസിലുള്ള സ്കില്ല് വർദ്ധിപ്പിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഏപ്രിൽ 2-ാം തീയതി പ്രയാണ ഹോട്ടലിൽ വെച്ച്, എറണാകുളം പ്രയാണ ഹോട്ടലിൽ വെച്ച് ഒരു സെയിൽസ് ട്രാൻസ്ഫോർമേഷൻ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ നമ്പറിൽ വിളിച്ച് താങ്കളുടെ സീറ്റ് റിസർവ് ചെയ്യാം. സെയിൽസിന്റെ സയൻസ് എന്താണ്, സെയിൽസിന്റെ ആർട്ട് എന്താണ്, കസ്റ്റമറുടെ സൈക്കോളജി എന്താണെന്നൊക്കെ കൃത്യമായി പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വർക്ക്ഷോപ്പാണ് സെയിൽസ് ട്രാൻസ്ഫോർമേഷണൽ വർക്ക്ഷോപ്പ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക, ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. NK signing off.